ഈ തലമുറയിൽ നിങ്ങൾക്കൊരു ദൗത്യമുണ്ട്. പ്രസംഗിക്കാൻ നിങ്ങൾക്കൊരു ദൗത്യമുണ്ട്. ബൈബിൾ സ്റ്റഡി എടുക്കാൻ നിങ്ങൾക്കൊരു ദൗത്യമുണ്ട്. പക്ഷെ യേശു രക്ഷിക്കുന്നു എന്ന് പറഞ്ഞാൽ ജനം രക്ഷിക്കപ്പെടട്ടെ. യേശു വിടുവിക്കുന്നു എന്ന് പറഞ്ഞാൽ യേശുവിന്റെ നാമത്തിൽ ജനം വിടുതൽ പ്രാപിക്കട്ടെ. യേശു സൗഖ്യമാക്കുന്നു എന്ന് പറഞ്ഞാൽ സൗഖ്യദായക ശക്തി ജനത്തിൽ വ്യാപരിക്കട്ടെ. ഒരിക്കലും ചിന്തിക്കല്ലേ ഏതോ സൂപ്പർ സ്റ്റാർ ദൈവദാസനിലൂടെ മാത്രമേ ആത്മാക്കളെ ദൈവം സഭയിൽ കൊണ്ടുവരത്തുള്ളൂ. നോ വേ. ഈ അന്ത്യകാലത്തെ ഏതോ വിവിഐപികളിലൂടെ മാത്രമല്ല, പകരം ഇൻ ദ നെയിം ഓഫ് ജീസസ് സാധാ വിശ്വാസികളുടെ അസാമാന്യമായ പ്രവൃത്തിയെ ഈ പട്ടണം കാണുവാൻ വേണ്ടി പോകുകയാണ്. ദൈവം നിങ്ങളെ ഉപയോഗിപ്പാൻ ആഗ്രഹിക്കുന്നു. ദൈവം നിങ്ങൾക്ക് വിദ്യാഭ്യാസം നൽകി, ആരോഗ്യം നൽകി. അതേ അർഹതയില്ലാത്ത സ്ഥാനത്ത് ഒത്തിരി ഫേവറിൽ ദൈവത്തിന്റെ കൃപയാൽ പ്രീതിയാൽ ദൈവം നിങ്ങളെ വഴി നടത്തിക്കൊണ്ടിരിക്കുന്നു. മറന്നുപോകല്ല, ഈ ലൈഫ് വേസ്റ്റ് ആകല്ല. ഈ ലൈഫ് ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ വേണ്ടി ഉപയോഗിച്ചാട്ടെ. ഞാൻ ഗ്യാരണ്ടിയായി പറയട്ടെ, നിങ്ങൾ അവന്റെ കാര്യം നോക്കുമ്പോൾ അവൻ നിങ്ങളുടെ കാര്യം നോക്കുക തന്നെ ചെയ്യും. ഒരിക്കൽ കൂടെ, നിങ്ങൾ അവന്റെ കാര്യം നോക്കുമ്പോൾ അതേ ദൈവം നിങ്ങളുടെ കാര്യം നോക്കുക തന്നെ ചെയ്യും. നിങ്ങൾ ദൈവത്തിന് വേണ്ടി നിൽക്കുമ്പോൾ നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്ക് നിൽക്കുവാൻ ദൈവം സമ്മതിക്കുകയില്ല. ഈ തലസ്ഥാന നേരികൾ തലയെടുപ്പോടെ തല ഉയർത്തി യേശു കർത്താവിന് വേണ്ടി നിങ്ങൾ നിൽക്കുമ്പോൾ ഉയർത്തെഴുന്നേറ്റ യഹൂദാ ഗോത്രത്തിലെ സിംഹം നിങ്ങളോട് കൂടെ എഴുന്നേറ്റ് നിൽക്കുന്നത് ദേശം കാണുക തന്നെ ചെയ്യും.